RS 200 KTMന്റെ റിയർ അലോയ് ഇടാന്നുള്ളത്. വണ്ടിയുടെ ABS വർക്ക് ചെയ്യുന്ന ഒത്തിരി Hey guys, it's me Shiva. You are watching Tech and Vlog Malayali YouTube channel. അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും സാധാരണ അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ എങ്ങനെ RS 200 KTMന്റെ റിയർ അലോയ് ഇടാന്നുള്ളത്, ബാക്കിലത്തെ അലോയ് നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഒത്തിരി വീഡിയോസ് ഓൾറെഡി ഉണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. സോ നമ്മൾ നമ്മുടെ രീതിക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണിത്. എന്തൊക്കെ ഓൾട്രേഷൻ ഉണ്ട് ഇതിന്, ഡിസ്ക് പ്ലേറ്റ് ചെയ്താൽ നമ്മൾ യൂസ് ചെയ്യുന്ന ABS വർക്ക് ആവും, അങ്ങനെ ഒത്തിരി ഡൗട്ട്സ് ഒത്തിരി പേർക്കുണ്ടെന്ന് എനിക്കറിയാം. സോ അതെല്ലാം അതിനുള്ള എല്ലാ സൊല്യൂഷനൊക്കെ ആയിരുന്നു വന്നത് വീഡിയോ വന്നേക്കെന്ന് പറയുന്നത്. നിങ്ങൾ ചാനൽ പുതിയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ഇടുക. ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് വ്ളോഗ്സും മോട്ടോളോഗും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം ഭാവിയിൽ നമ്മൾ പറയുന്നതായിരിക്കും. സോ നമുക്ക് ഇന്നത്തെ വീഡിയോട്ട് പോകാം. സോ അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ വണ്ടിയുടെ വീൽ ഡിസ്മാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ അലോയ് എന്തുകൊണ്ടാണ് മാറുന്നുള്ളതിനൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അഴിക്കാനായിട്ട് നമ്മളെപ്പോഴും നമ്മൾ സാധാരണ അഴിക്കാം. അപ്പോൾ അതിൻ്റെ ഫാസ്റ്റ് ലാപ്പ് കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി പറയാം. ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ട് കേൾക്കുന്നത് ശരിക്കും വോയിസ് ഓവേഴ്സ് ആയിരിക്കും. വേറൊന്നും അല്ല, നമ്മൾ എടുത്തു വെച്ചിരുന്ന ഫുട്ടേജസിൽ സൗണ്ട്സ് മിസ്സിങ് ആണ്. അതുപോലെ കുറേ ഫുട്ടേജ് നമ്മുടെ നിന്ന് മിസ് ചെയ്ത് ഇപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ റെഡിയാക്കുവാണ്. ഇപ്പോൾ കാണുന്നത് നിങ്ങൾ ജസ്റ്റ് കാണുന്ന വെച്ചാൽ വണ്ടി ഡിസ്മാൻഡിൽ ചെയ്യുകയാണ്. വണ്ടി ഡിസ്മാൻഡിൽ ചെയ്ത ശേഷം എന്ന് പറയുന്നത് നമുക്ക് വരുമ്പോഴത്തേക്കും ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ എന്നാ പറയണ്ടേ, ബാക്കിലത്തെ അലോയിലെ ഡിസ്ക് വെച്ചാൽ നമ്മുടെ RSന്റെ അലോയിൽ നമ്മുടെ സ്റ്റോക്ക് RSൽ യൂസ് വരുന്ന പ്ലേറ്റ് തന്നെ, ഡിസ്ക് പ്ലേറ്റ് തന്നെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ അലോയ് യൂസ് ചെയ്യാൻ കാരണം നമ്മുടെ RSന് അലോയ് അപേക്ഷിച്ച് ഈ അലോയ് ഇച്ചിരി ബ്രോഡായിട്ടുള്ള അലോയാണ്. നമ്മളെ ടയർ ഇടുമ്പോൾ ഇച്ചിരി വീതി ഫീൽ ചെയ്യും. സോ നിങ്ങൾക്ക് പ്ലേറ്റ് വെക്കുമ്പോൾ കാണുന്നതിന് മനസ്സിലാവും നമ്മുടെ ഹോൾസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ എന്നാ പറയണ്ടേ, ഡ്യൂക്കിൻ്റെ അലോയിൽ ഫ്ലാറ്റ് ഹെഡ് ബോൾസ് സീറ്റ് ആവുന്ന ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അത് ഇച്ചിരി കൂടെ വലുതാണ്. സോ നമ്മൾ എന്നാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ RSൻ്റെ പ്ലേറ്റിലെ ഹോൾ നമ്മൾ വലുതാക്കണം. അതാണ് ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ട ഓൾട്രേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓൾട്രേഷൻ എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. നമ്മുടെ ഡ്യൂക്കിൻ്റെ പ്ലേറ്റ് സീറ്റാണ് സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് നമ്മൾ ലൈറ്റിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് നീറ്റാക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അലോയ് കൊണ്ടുവന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. കാരണം ഈ സ്റ്റെപ്പ് വന്നിട്ട് നമ്മുടെ ABSൻ്റെ RSൻ്റെ ABSൻ്റെ സെൻസറിൽ ഇരിച്ച സെൻസർ കംപ്ലൈൻറ്റ് ആകാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു ചേഞ്ചസും ഇല്ല. നമ്മുടെ RSൻ്റെ തന്നെ എന്നാ പറയണ്ടേ, നമ്മുടെ ABS റിങ് നമ്മുടെ ഈ KTMൻ്റെ റിങ്ങിലോട്ട് സൂട്ടാണ്. സോ അതിലും നമുക്കൊരു ഓൾട്രേഷൻസും ഇല്ല. ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോൾ വലുതാക്കി കഴിഞ്ഞാൽ നമ്മൾ KTMൽ യൂസ് ചെയ്യുന്ന സെയിം ഡിസ്ക് പ്ലേറ്റ് വെക്കുന്ന നട്ട് വെച്ച് തന്നെ നമുക്ക് മുറുക്കാവുന്നതാണ്. ഫുള്ള് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിയിലോട്ട് ഇത് കയറ്റാം. സോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ബാക്ക് അലോയ് സെറ്റ് ചെയ്തു വണ്ടിയിൽ. KTMൻ്റെ അലോയ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വേറെ ഓൾട്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. അലോയിൽ ഡയമെൻഷനിൽ ഓൾട്രേഷൻ വരുന്നില്ല. ജസ്റ്റ് ഇവിടുത്തെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കട്ട് കളയുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ABS വർക്ക് ചെയ്യുമെന്ന് ഒത്തിരി ചോദിച്ചു. വണ്ടിയുടെ ABS ഉറപ്പായിട്ടും വർക്ക് ചെയ്യും.
സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ അത് ഒരു ബന്ധമില്ലല്ലോ. ഫ്രണ്ടിലാണ് സ്പീഡോമീറ്റർ സെൻസ് ചെയ്യുന്നത്, ബാക്കിലെ ABS മൊത്തം നോക്കിയാൽ മതി. സോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്ലേറ്റ് എന്ന് പറയുന്നത് RSൻ്റെ തന്നെ പ്ലേറ്റാണ്. ആൻഡ് ചെയിൻ ആൻഡ് സോക്കറ്റും RSൻ്റെ തന്നെയാണ്. സോ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. നിങ്ങൾ വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ മാറിയിട്ടുണ്ട്. നല്ല ബൾക്കി ആയിട്ടുണ്ട് വണ്ടി. എന്നാ പറയണ്ടേ, ആ ഒരു അലോയ് കയറിയപ്പോഴത്തേക്കും എന്നാ പറയണ്ടേ, വണ്ടി ഒരു ഭീകരനായിട്ടുണ്ട് പുറകെ നോക്കാനായിട്ട്. മൊത്തത്തിലും വണ്ടി ഒരു വേറെ ലെവൽ ലുക്കാണ്. സോ അതാണ് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുന്ന കാരണം കമൻറ്റ് ചെയ്യുക. വെൽ ഇറ്റ്സ് മീ ശിവ സൈനിങ് ഓഫ് ഫ്രം ടെക് ആൻഡ് വ്ലോഗ്.